ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മല്ലിപ്പൊടി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ മല്ലി പൊടിക്കുന്ന പോലെയല്ല, കുറച്ച് ചേരുവകൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും. അതുമാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കറിക്കെല്ലാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ 250 ഗ്രാം മല്ലിയാണ് എടുക്കുന്നത്. ഇത് 3 കപ്പും 2 ടേബിൾ സ്പൂണും ഉണ്ടായിരിക്കും നമ്മൾ കപ്പിൽ അളന്നെടുക്കുകയാണെങ്കിൽ. ഇത്രയും മല്ലി നമ്മൾക്ക് പൊടിച്ച് വെച്ചാൽ കുറേ നാളത്തേക്ക് ഉണ്ടായിരിക്കും. മല്ലിപ്പൊടി ഉണ്ടാക്കാനായിട്ട് മല്ലി നമ്മൾ എടുക്കുമ്പോൾ 3-4 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. ഇതിലെ അഴുക്കൊക്കെ നല്ലപോലെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉണക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 3 പ്രാവശ്യം ഇത് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയതിന് ശേഷം വേറൊരു അരിപ്പ പോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി പോയതിന് ശേഷം ഇനി ഒരു പരന്ന പാത്രത്തിലിട്ടത് ഉണക്കാനായിട്ട് വെക്കാം. വെയിലത്ത് വെച്ച് ഉണക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി വെയിലില്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയാലും മതി. അങ്ങനെ വേണമെങ്കിലും ഇത് ഉണക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറക്കാനായിട്ട് കുറച്ച് വലിയ പാത്രം എടുക്കുക. കരിഞ്ഞു പോകാതെ ഇളക്കാനൊക്കെ കുറച്ച് വലിയ പാത്രമാണ് എപ്പോഴും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല എങ്കിൽ ഒരു പിടി നമ്മൾ ചോറ് വെക്കുന്ന അരി കഴുകിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ മല്ലി കഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ അരിയും കൂടെ കഴുകിയെടുത്തിട്ട് ഉണക്കാൻ വയ്ക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കറിക്കൊക്കെ. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു പിടി കറിവേപ്പില എടുക്കുന്നുണ്ട്. കറിവേപ്പില നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു ടവലിൽ പരത്തിയിട്ട് വെള്ളം പോയതിന് ശേഷം വേണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ. 3 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 6 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം മല്ലിക്കാണ് 6 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുണ്ടാക്കുന്ന കറിക്കൊക്കെ നല്ലൊരു മണവും രുചിയുമായിരിക്കും. ഇത് വെച്ച് നമ്മൾ ചിക്കൻ കറിയോ മുട്ടക്കറിയോ വെജിറ്റബിൾ കറിയോ ഏതുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു ചേരുവ കൂടെ നമ്മൾക്ക് ചേർക്കാനുണ്ട്. അത് ഞാനിപ്പോൾ ഇടുന്നില്ല, കുറച്ച് വറുത്ത് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ എല്ലാ ചേരുവകളും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി നല്ല പോലെ വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ മല്ലി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടില്ല എങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് ആദ്യമേ ഉണക്കുന്നതെങ്കിൽ ഈ ചേരുവകൾ ആദ്യം ഇട്ട് കൊടുക്കരുത്. മല്ലി നന്നായി ചൂടാക്കി വെള്ളമെല്ലാം നന്നായി പോയതിന് ശേഷം മാത്രമേ മറ്റ് ചേരുവകൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് മൂത്ത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത കറിവേപ്പിലേക്ക് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരാൻ തുടങ്ങും. ഈ സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോൾ കറിവേപ്പില നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ കറിവേപ്പില നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പൊടിയുന്നുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഒരു ചേരുവ കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അതായത് ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചുക്കുണ്ട് എങ്കിൽ നേരത്തെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട കൂട്ടത്തിൽ തന്നെ ചുക്കിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ചുക്ക് പൊടി ആയതുകൊണ്ടാണ് അവസാനം ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ച് സമയം കൂടി ഇത് ഇളക്കി കൊടുക്കുക. പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഇതായിക്കോളും. കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂടിൽ തന്നെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാം കൂടെ പൊടിഞ്ഞ് കിട്ടുക. ഞാനിപ്പം ഇവിടെ ചെറിയൊരു ചൂടിലാണ് ഇത് മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് ചൂടേ പാടുള്ളൂ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും കൂടെ പൊടിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മല്ലിപ്പൊടി ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. സാമ്പാറിന് കൂടെ മല്ലിപ്പൊടി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെരുജീരകത്തിന് പകരം ചെറിയ ജീരകം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ മീൻകറി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ജീരകം നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്നിട്ട് ബാക്കി ചേരുവകളെല്ലാം ചേർത്തിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കാം. ചിക്കൻ കറിയോ മുട്ടക്കറിയോ വെജിറ്റബിൾ കറിയോ ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ ചേരുവയും ചേർത്തിട്ട് പൊടിക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്ലാസ് ബോട്ടിലിൽ ഇടാൻ പാടുള്ളൂ. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ പോലും അതിൽ പൂപ്പൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലൊരു ബോട്ടിലിൽ ഇട്ട് വയ്ക്കുക. മല്ലിയൊക്കെ നമ്മൾ നന്നായി വറുത്തത് കൊണ്ട് തന്നെ ഈ പൊടി കറികളിലിടുമ്പോൾ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് നമ്മൾക്ക് യൂസും ചെയ്യാം. ഇനി ഈ പൊടി വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടി കാണിക്കുന്നുണ്ട്. അതിനായിട്ട് 2 മുട്ട എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്യുക. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഓംലെറ്റ് പോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിടുക. മറ്റേ സൈഡും കൂടെ വെന്ത് വരുമ്പോൾ നമ്മൾക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് സ്റ്റീൽ പാൻ ആണെങ്കിൽ പോലും ഒരു തരി പോലും ഇതിലെ മുട്ടയൊന്നും മുട്ടിപ്പിടിക്കത്തില്ല. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം
കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ 2 സവാള എടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. എല്ലാം കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് കുറച്ചൊന്ന് വഴന്ന് വരണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ അധികം എരിവില്ലാത്ത കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം കുറച്ചൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ഇനി വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം മല്ലിപ്പൊടി നമ്മൾ വറുത്തതാണ്. അതുകൊണ്ട് കുറച്ച് നേരം മാത്രം വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ വേറെ പൊടികളൊന്നും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ 3 പൊടികൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി വേണ്ടത് തക്കാളി അരിഞ്ഞതാണ്. ഒരു വലിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി എല്ലാം നല്ലപോലെ ഉടഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അത്രയും സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തക്കാളി നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം പാകത്തിന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അത്രയും സമയം വെയിറ്റ് ചെയ്യുക. ഇനി ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നല്ലപോലെ തിളച്ച് വരാനായിട്ട്. ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്നുകൂടെ നോക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവാണ്. 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വെള്ളം കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു ഗ്രേവി രൂപത്തിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം വേണം ഈ കറിക്ക്. 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ അവിടെ മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക. ഇനി അത് നേരെ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിക്കണം. 5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോഴാണ് മുട്ടയിലേക്ക് ഈ കറിയുടെ ഫ്ലേവറൊക്കെ നല്ലപോലെ പിടിക്കുക. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾക്ക് വിതറി കൊടുക്കണം. അതിനായിട്ട് 1 പിടി മല്ലിയില ഞാൻ പൊടിയായി എരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിയെല്ലാം നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും 2 മിനിറ്റ് മാത്രം തിളപ്പിക്കുക. ഇതോടെ നമ്മളുടെ കറി തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. പെട്ടെന്ന് നമ്മൾക്ക് തയ്യാറാക്കാനും പറ്റും. ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്